നമ്മളിന്ന് പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. നമ്മളിവിടെ 1 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പോർക്ക് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പോർക്ക് റോസ്റ്റിനായിട്ട് ഒരു അനിയനും അതുപോലെ തന്നെ കുറച്ച് ഗാർലിക്കും കുറച്ച് ജിഞ്ചറും കൂടെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ നമുക്ക് പോർക്കിലേക്ക് മസാല ആഡ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ആകാൻ വെക്കാം. ഇതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള ആഡ് ചെയ്യാം. ഞാനിവിടെ 4 സവോളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് 4 സവോള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു 6-7 വെളുത്തുള്ളി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മുടെ പോർക്ക് ഇവിടെ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുക്കറിലൊരു 3 വിസിൽ അടിച്ചിട്ടുണ്ട് നമ്മൾ. നമുക്ക് ഇതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ സവാള ഏകദേശം സെറ്റായിട്ടുണ്ട്, ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഒരു ടേസ്റ്റ് വരാനായിട്ട് നമുക്ക് കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാനിതിലേക്ക് ഒരു 2 തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. പോർക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മളിവിടെ പോർക്ക് റോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഡ്രൈ ആയിട്ട് എടുക്കണം. അങ്ങനെ നമ്മുടെ പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് റോസ്റ്റ് ആണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.